ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി 2-ൽ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ട്, ഒന്ന് തെർമോഡൈനമിക്സ് ആണ്, തെർമോഡൈനമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനമിക്സ്. പിന്നെ ഒന്ന് സ്പെക്ട്രോസ്കോപ്പി, മറ്റൊന്ന് ഗ്രൂപ്പ് തിയറി. സ്പെക്ട്രോസ്കോപ്പിയിൽ സ്പെക്ട്രോസ്കോപ്പിക് ആൻഡ് നോൺ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്ന 10 ക്വസ്റ്റ്യൻസ്, ഈ പല ഷോർട്ട് ക്വസ്റ്റ്യൻസും കൂടെ ചേർന്നാണ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഇലോബറേറ്റ് ആയിട്ട് വിസ്തരിച്ചൊന്ന് എഴുതുമ്പോഴത്തേക്ക് അത് എസ്സേ ക്വസ്റ്റ്യനും ആവും. അപ്പോൾ അതുകൊണ്ട് ആ ടൈപ്പ് ചില ടോപ്പിക്സുകളാണ് ഒരു 10 ക്വസ്റ്റ്യനായിട്ട് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ എന്തായാലും എക്സാം ഡേറ്റ് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്ത് എല്ലാം സെറ്റായിരിക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീവിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ പഠിക്കാതെ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിന് പുതുതായിട്ട് നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ കഷ്ടപ്പെട്ട് ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട. പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് വയ്ക്കുക, നന്നായിട്ട് വിശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നന്നായി പരീക്ഷ എഴുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ ക്വസ്റ്റ്യൻ, നിങ്ങൾ 5th 6th സെമ്മിലേക്ക് പോകുമ്പോഴത്തേക്ക് എക്സാം ഹാളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കോഡ്, അതിൻ്റെ ടോപ്പിക്ക്, പേപ്പർ നെയിം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് എഴുതുക, ശ്രദ്ധിച്ചെഴുതുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. നമുക്ക് ഏറ്റവും ആദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പ്രയോറിറ്റി കൊടുത്ത് എഴുതുക. ഓക്കെ, ഒരു ആൻസർ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ പുറത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ അതിനവിടെ എഴുതി തുടങ്ങിയെങ്കിലൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതല്ലെങ്കിൽ അത് അവസാനം എഴുതാനായിട്ട് വെച്ചേക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി പോവുക, ഏത് സെക്ഷനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 2-3 തവണ വായിച്ച് നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ പ്രയോറിറ്റി മാർക്ക് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ തെർമോഡൈനമിക്സിൽ നമ്മൾ ആദ്യം എടുക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പൺ, ക്ലോസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റംസ്. അപ്പോൾ ഇതിൽ 3 ക്വസ്റ്റ്യനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഓരോന്നായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഈ വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഓപ്പൺ, ക്ലോസ്ഡ്, ഐസൊലേറ്റഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇവിടെ എനർജി ആൻഡ് മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് എഴുതുക. അതിന് ഓരോ എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വയ്ക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. അപ്പം നിങ്ങൾക്കറിയാം, റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ 2-വേ പ്രോസസ്സാണ്. 2-വേ പ്രോസസ്സിൽ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് 1-വേ ആണ്, അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പം അത്തരത്തിലുള്ള എക്സാമ്പിൾസ് എഴുതി വയ്ക്കുക. ദെൻ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അതായത് നമ്മുടെ ആ സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ യുണീക്കായിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാസ്, പ്രഷർ, ടെമ്പറേച്ചർ, ദെൻ ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി, ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം എടുത്താൽ അതിൽ മാറ്ററിനെ അല്ലെങ്കിൽ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത്, ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏത്. അപ്പം അത് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ് വരും. എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ഇത് നമുക്ക് 3 വേരിയബിളാണ്. ഫണ്ടമെൻ്റൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. അതിൽ ഈ പ്രഷറും ടെമ്പറേച്ചറും വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രഷർ യുണീക്കാണ്, ടെമ്പറേച്ചറും യുണീക്കാണ്. പക്ഷേ ഈ പ്രഷറും ടെമ്പറേച്ചറും മാറുന്നതനുസരിച്ച് വോളിയം മാറി വരും. ഇപ്പോൾ വോളിയം എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. അത് നോക്കാം. ദെൻ തെർമോഡൈനാമിക് ലോസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തെർമോഡൈനാമിക് ലോസ് 0th ലോ, 1st ലോ, 2nd ലോ, 3rd ലോ, ഇത് 3ഉം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടെ നോക്കി വയ്ക്കാം. ദെൻ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ ആൻഡ് 2nd ലോ. അപ്പോൾ 2nd ലോയിൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, 1st ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. 2nd ലോ എന്ന് പറയുന്നത് കൺവേർഷൻ ആണ്, എനർജി കൺവേർഷൻ. അപ്പോൾ നമുക്ക് ഏതൊരു എനർജിയെയും ഹീറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഹീറ്റ് എനർജിയെ
നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഒരിക്കലും ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. അവിടെ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഒരിക്കലും 100% ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ എൻട്രോപ്പി ആൻഡ് ഡിസോർഡർ, അല്ലെങ്കിൽ ഓർഡറും എൻട്രോപ്പിയായിട്ട് എന്താ ബന്ധം, അല്ലെങ്കിൽ എൻട്രോപ്പിയും ഡിസോർഡറുമായിട്ട് എന്താ ബന്ധം. അപ്പോൾ അത് അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും നോക്കുക. ദെൻ സെക്കൻഡ് ലോ ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി ചേഞ്ച്. എൻട്രോപ്പി ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ലോ എൻട്രോപ്പി ഓഫ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്, അതിൻ്റെ ടോട്ടൽ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കേസുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ട്രാൻസിഷൻസ്, അത് ഇപ്പോൾ സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ്, അങ്ങനെയുള്ള ഫേസ് ട്രാൻസിഷൻസ് ഉണ്ടല്ലോ. ഫേസ് ട്രാൻസിഷനിൽ എൻട്രോപ്പിയിൽ എന്ത് വേരിയേഷനാണ് വരുന്നതെന്ന് നോക്കാം. ദെൻ ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് ഹെൽമോട്ട്സ് ഫ്രീ എനർജി, അതും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഗിബ്സ് ഹെൽമോട്ട്സ് ഇക്വേഷനും അവിടെ പ്രസക്തമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ 10 ക്വസ്റ്റനായിട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് പോർഷൻസും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളെ പരീക്ഷയ്ക്ക് ഒരുപാട് സഹായിക്കും. ഒരു റിവിഷനായിട്ട് എടുക്കുക. ഓക്കെ.